ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ്. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. ആയില്യംകാവ് ഭാഗം 40. ഞങ്ങൾക്കെങ്ങനെയും രക്കന്റെ അടുത്തെത്തിയേ മതിയാകൂ. അതുകൊണ്ട് നീ എന്താവശ്യപ്പെട്ടാലും ഞങ്ങളത് ചെയ്തോളാം. ഒട്ടും ആലോചിക്കാതെ തന്നെ ഗോവിന്ദൻ അവനോട് മറുപടി പറഞ്ഞു. ദേ, എന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന അയാളില്ലേ, അയാൾ എന്നോട് മാപ്പ് പറയണം. ഹരിയുടെ നേർക്ക് വിരൽ ചൂണ്ടിയാണ് അവനത് പറഞ്ഞത്. എന്ത്, മാപ്പ് പറയണമെന്നോ? എന്തിന്? അതിനു മാത്രം ഹരി പ്രത്യേകിച്ചൊന്നും പറയുകയോ ചെയ്യുകയോ ചെയ്തില്ലല്ലോ. സംശയത്തോടെ ഗോവിന്ദൻ അവനെ നോക്കി. അത് നിങ്ങൾക്ക്, എന്നാൽ എനിക്കങ്ങനെയല്ല. എന്നോടൊരാൾ അഹങ്കാരത്തിൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അയാൾ എന്നോട് മാപ്പ് പറഞ്ഞേ മതിയാകൂ. അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കാരണവശാലും സഹായിക്കില്ല. ഇനി എന്തു വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. അവൻ തീർത്തു പറഞ്ഞു. അതോടെ ഗോവിന്ദൻ വെട്ടിലായി. ഞാനാദ്യം ഹരിയോടൊന്ന് സംസാരിക്കട്ടെ, അതുവരെ മോൻ ഇവിടെ തന്നെ നിൽക്കണേ. കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അതും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ തിരിഞ്ഞു നടന്നു. അയാൾ പോകുന്നത് കാണെ അവന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ആ സമയം അവന്റെ കണ്ണുകൾക്ക് മഞ്ഞ നിറമായിരുന്നു. അറിയാമല്ലോ, നിങ്ങൾ ഇത്രയും സമയം ഇവിടെയൊക്കെ അലഞ്ഞിട്ടും ലക്ഷ്യം കാണാനായില്ലെന്ന്. എന്റെ സഹായമില്ലാതെ ഇനിയോട്ട് നിങ്ങൾ അയാളെ കാണുകയുമില്ല. അതുകൊണ്ട് എടുത്തുചാടി എന്തെങ്കിലും തീരുമാനിക്കാതെ ചിന്തിച്ചു വേണം തീരുമാനമെടുക്കാൻ. ഗോവിന്ദൻ പോകുന്നത് നോക്കി ഓർമ്മപ്പെടുത്താൻ എന്നോണം അവൻ പിന്നെയും പറഞ്ഞു. എന്താളിയ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. അതിനു മാത്രം ആ ചെക്കൻ എന്താ പറഞ്ഞത്? നിരാശയോടെ തനിക്കടുത്തേക്ക് വരുന്ന ഗോവിന്ദനെ നോക്കി ഹരി ചോദിച്ചു. അത് പിന്നെ ഹരി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറഞ്ഞു തീരുന്നതുവരെ നീ ഇടയ്ക്ക് കയറി സംസാരിക്കുകയോ ബഹളം വെക്കുകയോ ചെയ്യരുത്. ഗോവിന്ദന്റെ വാക്കുകൾ കേൾക്കെ ഹരിക്ക് തോന്നി അയാൾക്ക് തന്നോട് പറയാനുള്ളത് അല്പം ഗൗരവമുള്ളതാണെന്ന്. ഇല്ല, ഞാനൊന്നും മിണ്ടില്ല. അളിയൻ പറയ്, ആ ചെക്കൻ എന്താ പറഞ്ഞത്? അവൻ നമ്മളെ സഹായിക്കില്ലേ? ഹരിയുടെ ആ ചോദ്യത്തിന് ഗോവിന്ദൻ അവൻ തന്നോട് പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. എന്ത്, ഞാൻ അവനോട് മാപ്പ് പറയണമെന്നോ? അതും ഇത്തിരിയില്ലാത്ത ആ നരുന്ത് ചെക്കനോട് ഞാൻ മാപ്പ് പറയണമെന്നോ? അതൊരിക്കലും നടക്കില്ല അളിയ. അളിയനിത് അപ്പോൾ തന്നെ അവനോട് പറയാമായിരുന്നില്ലേ? വല്ലാത്ത ദേഷ്യത്തോടെയാണ് ഹരി അത് പറഞ്ഞത്. ഹരി, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നീ അവനോട് മാപ്പ് പറയില്ലെങ്കിൽ അവൻ നമ്മളെ സഹായിക്കില്ല. അതുകൊണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഗോവിന്ദൻ അയാളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇല്ലളിയ, ആർക്കു വേണ്ടിയാണെങ്കിലും ഞാൻ അവനോട് മാപ്പ് പറയില്ല. അവൻ നമ്മളെ സഹായിച്ചില്ലെങ്കിൽ എന്താ, നമ്മൾ രക്കന്റെ അടുത്ത് എത്തില്ലെന്നാണോ? ഇവിടെ ആദ്യമായതുകൊണ്ട് കുറച്ചലയേണ്ടി വരും നമ്മൾ. എന്നാലും ഉറപ്പായും രക്കനടുത്ത് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇവന്റെ സഹായം ഒന്നും ആവശ്യമില്ല. അവനോട് ഇപ്പോൾ തന്നെ പറഞ്ഞേക്ക് പൊയ്ക്കോളാൻ. ഹരി, നീ ഒന്ന് അടങ്ങ്. എന്നിട്ട് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. എനിക്കൊന്നും കേൾക്കണ്ട അളിയ. ഞാൻ പറഞ്ഞില്ലേ, എന്തു വന്നാലും ഞാൻ അവനോട് മാപ്പ് പറയില്ലെന്ന്. പിന്നെയും എന്തിനാണ് എന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഹരിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. കാര്യമുണ്ടായിട്ട് തന്നെ നീയൊന്ന് ആലോചിച്ചു നോക്ക് ഹരി. നമ്മൾ എത്ര സമയമായി ഇങ്ങോട്ട് വന്നിട്ട്? ഇവിടെയൊന്നും ഒരു മനുഷ്യനെ പോലും ഈ സമയം വരെ കണ്ടുകിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ ഈ രാത്രിയിൽ ഇങ്ങനെയൊരു പയ്യൻ നമുക്ക് മുന്നിൽ എത്തിയെങ്കിൽ അതിൽ മറ്റെന്തോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നില്ലേ നിനക്ക്? എന്ത്, അളിയൻ എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ.
അതോടെ ഹരി അല്പം ശാന്തനായി. കൂടുതലൊന്നും എനിക്ക് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല ഹരി. എങ്കിലും ഞാൻ ഒന്നു മാത്രം പറയാം. ഇവനൊരു സാധാരണ പയ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ അധികം ബലം പിടിക്കേണ്ട. ലക്ഷ്യത്തിലെത്താൻ വൈകും തോറും അത് നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ ദോഷമാണ്. അതുകൊണ്ട് നീ ഇപ്പോൾ എന്നെ അനുസരിക്കേ. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇവിടെ വെച്ച് ഇരുവഴിക്ക് പിരിയാം. അവസാന തീരുമാനം എന്നോണം ഗോവിന്ദൻ പറഞ്ഞു നിർത്തി. അളിയനിത് എന്തൊക്കെയാ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? പരസ്പരം വഴക്കിട്ട് പിരിയാനാണോ നമ്മൾ ഒരുമിച്ചിറങ്ങിയത്? പിരിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നിന്റെ പ്രവൃത്തികളെല്ലാം എനിക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ സകല പ്രശ്നങ്ങളുടെയും തുടക്കം നിന്നിൽ നിന്നാണ്. എന്നിട്ടിപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാമെന്ന് വെച്ചാൽ നീ അതിനും എതിര് നിൽക്കുകയാണ്. മതിയാ കളിയാ. ഏതോ കഷ്ടകാലം പിടിച്ച സമയത്ത് ഞാനൊരു കാര്യം ജിതിനോട് പറഞ്ഞുപോയി. അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴും അതുതന്നെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? സമ്മതിച്ചു, തെറ്റെല്ലാം എന്റെയാണ്. അതിന് പരിഹാരമായി ഞാനിപ്പോ അവനോട് മാപ്പ് പറയണം. അതല്ലേ അളിയന്റെ ആവശ്യം? നീ അവനോട് മാപ്പ് പറയണമെന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, അതല്ലെങ്കിൽ വേണ്ടെന്നേ. നീ നിന്റെ ഇഷ്ടത്തിന് നടക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകുമെന്നേ പറഞ്ഞുള്ളൂ. അവസാനമെന്നോണം ഗോവിന്ദൻ പറഞ്ഞു. ശരി, സമ്മതിച്ചു. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. അറിയാലോ, ഇത് രാത്രിയാണ്. അതുകൊണ്ട് ഞാൻ അവനോട് മാപ്പ് പറഞ്ഞോളാം. അവസാനം സഹിക്കെട്ട് ഹരി അതിന് സമ്മതിച്ചു. എങ്കിൽ വാ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം. ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ തിരിഞ്ഞു നടന്നു. പുറകിൽ ഹരിയും. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? എന്റെ സഹായം വേണമെന്നാണോ അതോ വേണ്ടെന്നാണോ? പുച്ഛത്തോടെ ഹരിയെ നോക്കിക്കൊണ്ടാണ് അവൻ അത് ചോദിച്ചത്. നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഹരി നിന്നോട് മാപ്പ് പറയാൻ തയ്യാറാണ്. മറുപടി പറഞ്ഞത് ഗോവിന്ദനായിരുന്നു. എന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നിങ്ങളല്ല, ഇയാളാണ്. പറയൂ, എന്താണ് നിങ്ങളുടെ തീരുമാനം? ആദ്യ വാചകം ഗോവിന്ദനോടുള്ള മറുപടിയും അവസാനത്തേത് ഹരിയോടുള്ള ചോദ്യവുമായിട്ടാണ് അവൻ അത് ചോദിച്ചത്. അതെന്താ ഞാൻ തന്നെ പറയണമെന്നൊരു നിർബന്ധം? അളിയൻ പറഞ്ഞതല്ലേ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന്. അപ്പോഴും ഹരിയുടെ ഉള്ളിൽ അവനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലായിരുന്നു. എങ്കിൽ പിന്നെന്തിനാ മടിക്കുന്നത്? വേഗം പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ പോകാമല്ലോ. അവൻ അങ്ങനെ പറഞ്ഞതോടെ ഗോവിന്ദൻ ഹരിയെ നോക്കി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. അതോടെ ഉള്ളിൽ ഒരുപാട് അമർഷത്തോടെയാണെങ്കിലും ഹരി അവനോട് മാപ്പ് പറഞ്ഞു. ഇതിപ്പോൾ ആദ്യ തവണ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്നുകരുതി എപ്പോഴും എന്നിൽ നിന്നത് പ്രതീക്ഷിക്കരുത്. അതുപോലെ ഇനി എന്നോട് തർക്കുത്തരം പറയുകയോ അഹങ്കാരം കാണിക്കുകയോ ചെയ്യരുത്. ഇത് രണ്ടും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അത്രമേൽ കടുപ്പത്തിലുള്ള അവന്റെ ആ വാക്കുകളൊരു താക്കീതായിട്ടാണ് അവർക്ക് രണ്ടുപേർക്കും തോന്നിയത്. ഇല്ല, ഞങ്ങളിൽ നിന്നിനി ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമുക്കെന്നാൽ പോയാലോ? ചോദ്യം ഗോവിന്ദന്റേതായിരുന്നു. ആയിക്കോട്ടെ, എനിക്കൊപ്പം വന്നോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഒരു കാരണവശാലും രണ്ടുപേരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്. ഈ കാടിന് ഏറെ ഇഷ്ടം നിശബ്ദതയാണ്. അതിന് ഭംഗം വരുത്തുന്നതും മരണത്തെ സ്വയം വിളിച്ചു വരുത്തുന്നതും ഒരുപോലെയാണ്. ചുറ്റും നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞ് അവൻ മുന്നോട്ടു നടന്നു. അതു കാണെ അവർക്ക് അവനിൽ എന്തോ നിഗൂഢത ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നി. അതുവരെ ഇല്ലാതിരുന്നൊരു പേടി അവർക്ക് തോന്നിയെങ്കിലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ അവരവനെ പിന്തുടർന്നു. മുന്നോട്ട് പോകവേ കേട്ടാൽ ഭയപ്പെടുത്തുന്ന പല ശബ്ദങ്ങളും അവർ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവന്റെ വാക്കുകളെ വിശ്വസിച്ച് അവർ നടത്തം തുടർന്നു.
മുന്നോട്ട് പൊയ്ക്കോളൂ, നിങ്ങൾക്ക് രക്കന്റെ കുടിൽ കാണാനാകും. യാത്ര കുറെ ദൂരം പിന്നിട്ടതും അവൻ അവിടെ നിന്ന് അവർക്ക് മുന്നിലേക്ക് വഴി കാണിച്ചു. മോനെന്താ ഇവിടെ തന്നെ നിന്നുകളഞ്ഞത്? ഞങ്ങൾക്കൊപ്പം വരുന്നില്ലേ? ഗോവിന്ദൻ ചോദിച്ചു. ഇല്ല, ഇനി അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ. ഭയപ്പെടേണ്ട, ഇനി ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല, അവൻ തീർത്തു പറഞ്ഞു. ശരി മോനെ, ഞങ്ങൾ പൊയ്ക്കോളാം. എങ്കിലും ഈ രാത്രിയിൽ നീ എങ്ങനെ അത്രയും ദൂരമൊക്കെ തിരിച്ചു പോകും? ഗോവിന്ദന്റെ ചോദ്യത്തിൽ അവന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആദിയായിരുന്നു. എനിക്ക് തിരിച്ചു പോകാൻ ആരുടെയും സഹായമോ സുരക്ഷയോ ആവശ്യമില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നടന്നോളൂ. അവൻ അങ്ങനെ പറഞ്ഞിട്ടും ഗോവിന്ദൻ അലിവോടെ അവനെ നോക്കി നിന്നു. അളിയൻ വന്നേ, അവൻ പറഞ്ഞില്ലേ പൊയ്ക്കോളാമെന്ന്. പിന്നെയും എന്തിനാണ് സംസാരിച്ചു നിൽക്കുന്നത്? എന്തായാലും നമ്മൾ ഇവിടെ എത്തിയല്ലോ. അവനോട് അയാൾ സംസാരിക്കുന്നത് ഇഷ്ടമാകാതെയാണ് ഹരി അത് ചോദിച്ചത്. എന്നാലും ഹരി അതൊരു കൊച്ചുകുട്ടിയല്ലേ. ഗോവിന്ദന് അപ്പോഴും അവനെ തനിച്ചാക്കാൻ മനസ്സ് വരുന്നില്ലായിരുന്നു. നിങ്ങൾ എന്നെ അങ്ങനെ വില കുറച്ചു കാണേണ്ട കാര്യമൊന്നുമില്ല, പൊയ്ക്കോളൂ. അവന്റെ ആ ഗംഭീര ശബ്ദത്തെ അനുസരിച്ചെന്നോണം അവർ രണ്ടുപേരും അവൻ കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഏതാണ്ട് 10-12 ചുവട് വയ്ക്കുമ്പോഴേക്കും അവർക്ക് മുന്നിൽ ചെറിയൊരു കുടില് ദൃശ്യമായി. തുടരും. അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായി നാളെ കാണാം. അവരെത്തിയത് ശരിക്കും രക്കന്റെ കുടിലിന് മുന്നിൽ തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലും അപകടത്തിലേക്കോ? അറിയാനായി കാത്തിരിക്കില്ലേ? ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട്. കാണാത്തവർ കണ്ടോളൂ ട്ടോ. അപ്പോൾ ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.